ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഐഫോൺ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നൊരാഗ്രഹമായിരുന്നു. എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി ഗോൾ ലിസ്റ്റിൽ ഞാൻ ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു. അതുപോലെ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ എന്നും ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കി വിഷ്വലൈസേഷൻ ചെയ്യുമായിരുന്നു. നമുക്ക് ഫോൺ അത്യാവശ്യമാണല്ലോ, പല ടൈപ്പ് ഫോണുകളും നമുക്കുണ്ടെങ്കിൽ ഐഫോൺ എന്ന് പറയുമ്പോൾ അതിനൊരു എന്തൊരു പവറൊക്കെ തന്നെയാണല്ലേ ഐഫോൺ കൊണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ ആ ഒരു ഗുണങ്ങളും ഒക്കെ അറിയുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹം എന്താണോ കൂടുതൽ അതിലേക്കൊരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മിലേക്ക് ആകർഷിക്കും. ഞാൻ ആഗ്രഹിച്ച അതേ കളറ് തന്നെ എനിക്ക് കിട്ടി. പിന്നെ എല്ലാം നമുക്ക് ആ നല്ല രീതിയിൽ ആഗ്രഹിച്ച ദിവസം തന്നെ പോയി അതെടുക്കാനും അതൊക്കെ നല്ല രീതിയിലെല്ലാം അങ്ങനെയാണത് നടന്നത് പോലും ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്ര പെട്ടെന്ന് സാധിച്ചല്ലോ എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പറയാവുന്നൊരു കാര്യമാണ്, നാം എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം അത് സാധിച്ചു തരുന്നു. അതായത് നാം ഒരു ചൂട് വെച്ചാൽ പ്രപഞ്ചം 1000 ചൂട് വയ്ക്കുന്നു. അപ്പം നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ അത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. ഫോക്കസ് എന്ന് വെച്ചാൽ അത് നമ്മളെന്നും അതിങ്ങനെ എഴുതി വെച്ച് നമ്മളിങ്ങനെ അതിങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ്. ആ ചിന്ത വാങ്ങിച്ചതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും അത് കിട്ടാനുള്ള സാധ്യതയേറും. അപ്പം സമയവും കാര്യവും ഒത്തു വന്നപ്പോൾ അത് റെഡിയായി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഞാൻ ചെയ്ത ഇത് ഐഫോൺ 13 ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്നാൽ ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചു, ഐഫോൺ 13 വാങ്ങിക്കാൻ സാധിച്ചതിന് നന്ദിയെന്ന്. എന്നിട്ട് എൻ്റെ പേഴ്സിൽ വെക്കുമായിരുന്നു ഞാൻ അധികവും. ഇത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിക്കുമായിരുന്നു. അപ്പോൾ വാങ്ങിച്ച ഒരു ഫീലിംഗ് ആണ് എപ്പോഴും മനസ്സിലുണ്ടാവല്. അതുപോലെ തന്നെ അതെൻ്റെ കയ്യിലെത്തുകയും ചെയ്തു. അപ്പം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ഇതേപോലെ ഓരോന്ന് നമുക്ക് സമയം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നേടാൻ സാധിക്കും. ക്ഷമ വേണം. എല്ലാത്തിനും വേണ്ടത് നമ്മുടെ മൈൻഡും ക്ഷമയുമാണ്. പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുക, ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉള്ളിൽ കൊണ്ട് നടക്കാതെ മാക്സിമം നമ്മളത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോക്കുക. എന്തായാലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ബ്ലോക്ക് ഇടുന്നത് ആരാണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഒരുവനോ ഒരുവളോ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ സഹോദരനോ സഹോദരി ആരും തന്നെയല്ല, എല്ലാം നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്തെടുത്താണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മളാണല്ലോ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ജന്മം പോലും നമ്മൾ തീരുമാനിച്ചിട്ട് വരും. നമ്മളെ മാതാപിതാക്കളെപ്പോലും നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താവും, വിഷമം ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം നമ്മളാണല്ലോ തീരുമാനമെടുത്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഹാപ്പിയാവുക. എന്നിട്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളെല്ലാം ബ്ലോക്കുകളെല്ലാം നാം തന്നെ ഒഴിവാക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ജീവിതം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഒരിക്കലും പാസ്റ്റ് നമുക്ക് മൈൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നേടിക്കഴിയുമ്പോൾ ആ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതൊക്കെ സംഭവിച്ചത് നന്നായി എന്ന് തോന്നുന്നു. നല്ലതിനാണ് എല്ലാം സംഭവിച്ചത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ആഗ്രഹങ്ങളെല്ലാം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ നാം എല്ലാ പ്രാക്ടീസും ചെയ്യണം. നാം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓരോരോ ടെക്നിക്ക് നാം തന്നെ സ്വയം കണ്ടുപിടിച്ച് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ പ്രാക്ടീസും ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ആ ഒരു ഒറ്റ ചിന്ത മതി, നമുക്കെല്ലാം നേടാൻ സാധിക്കും. താങ്ക് യു. രാത്രി വല്ലതും കൊണ്ട് പേടിച്ചിട്ടായിരിക്കും. പോടാ. സ്വപ്നത്തില് നിന്റെ അടുത്തും വലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശുവല്ല നിന്നോ? നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും.